ബാർ കേസിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി. മദ്യനയം സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. മദ്യനയം ഭരണഘടനാ ലംഘനമാണെങ്കിൽ സുപ്രീം കോടതിക്ക് റദ്ദാക്കാമെന്ന് കേരളം അറിയിച്ചു. ബാറുകൾ പൂട്ടുന്നത് മൂലം ജോലി നഷ്ടമുണ്ടാകുന്ന തൊഴിലാളികൾക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വാദം പൂർത്തിയായ സാഹചര്യത്തിൽ ഒട്ടേറെ ചോദ്യങ്ങളും ബാക്കിയാകുന്നു. വിധി എങ്ങോട്ട്, ഏതുതരത്തിൽ സർക്കാരിന്റെ വാദമുഖങ്ങൾ സുപ്രീം കോടതി മുഖവിലേക്കെടുക്കും? വാദം തുടങ്ങിയ മുതൽ സുപ്രീം കോടതി ഏതൊക്കെ തലത്തിൽ സംസ്ഥാന സർക്കാരിനോടും നയത്തോടും സമീപനങ്ങൾ സ്വീകരിച്ചു, ചോദ്യങ്ങൾ ഉയർത്തി, എന്ത് മറുപടി സർക്കാർ നൽകി തുടങ്ങി ഒട്ടേറെ സംശയങ്ങളാണ് ബാക്കിയാകുന്നതും. ഇനി ക്ലൈമാക്സിലേക്ക് പോകുന്ന സാഹചര്യം. നമ്മോടൊപ്പം ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ സുപ്രീം കോടതിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഹാജരായ VK ബിജു, ഒപ്പം തന്നെ BJP നേതാവ് VV രാജേഷ്, ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ആനത്തലവട്ടം ആനന്ദൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ഷെഫീർ, അഡ്വക്കേറ്റ് BR ഷെഫീർ ചേരുന്നു. ഒപ്പം തന്നെ ബിജു രമേശ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ആദ്യം VV രാജേഷിലേക്ക്. രാജേഷ്, എന്തായാലും ഇന്നത്തെ ഒരുപക്ഷെ ഈ രണ്ട് സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ച് വാദഗതികൾ സുപ്രീം കോടതിയിൽ ഉയർന്നു വന്നു. ഒട്ടേറെ കാര്യങ്ങൾ സുപ്രീം കോടതി കഴിഞ്ഞ വാദം തുടങ്ങിയ കാലം മുതൽ ഓഗസ്റ്റ് 20 മുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന കപിൽ സിബൽ ഒരു നിലപാട് സ്വീകരിച്ചു. ഒരുപക്ഷെ ഈ ഒരു നയം കൊട്ടിഘോഷിക്കപ്പെട്ട് വലിയ തോതിൽ സംസ്ഥാന സർക്കാർ വലിയ മുഖമുദ്രയായി കാൽവെപ്പോടുകൂടി മുന്നോട്ട് വെച്ച മദ്യനയം, ആ മദ്യനയം കേരളത്തെ പുതിയ തലത്തിലേക്കും ചരിത്രത്തിലേക്കും ഒക്കെ എത്തിക്കുമെന്ന് വിശേഷിപ്പിച്ച നയത്തിന്മേൽ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഓഗസ്റ്റ് 20 കപിൽ സിബൽ വാദം തുടങ്ങിയപ്പോൾ അന്നും പറഞ്ഞിരുന്നു, ഒരുപക്ഷെ മദ്യനയം വികലമെന്ന് ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് തോന്നുന്നെങ്കിൽ അത് പിൻവലിക്കാമെന്ന്. ഒരു സർക്കാർ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ഒരുപക്ഷെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണോ മദ്യനയത്തെ സംബന്ധിച്ച് ഉള്ളത്? ഒരുപക്ഷെ സ്വാഭാവികമാണെന്ന് എടുക്കാമെങ്കിലും തുടക്കത്തിലും അദ്ദേഹം അതാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വാദം പൂർത്തിയാകുമ്പോഴും വികലമെന്ന് അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമെന്ന് തോന്നുകയാണെങ്കിൽ ആ നയം പിൻവലിക്കാം. എന്ത് തോന്നുന്നു പ്രാഥമികമായി? ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നിർവികാരതയാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. ഒരുപക്ഷെ പ്രജീഷും ഞാനും ഉൾപ്പെടുന്ന, ഫക്രുദ്ദീൻ അലി ഉൾപ്പെടുന്ന പാനൽ ഇതിനു മുമ്പ് ഈ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് BJP മുൻപോട്ട് വെച്ച നിലപാട് ഈ നയം സുപ്രീം കോടതിയിൽ ഒന്നുകിൽ പരാജയപ്പെടണം, അല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇത് റദ്ദാക്കണം. ആ രീതിയിൽ ലൂപ്പ് ഹോൾസ് ഇട്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഈ നയം രൂപീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ആ ദിവസം ഈ മദ്യനയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദിവസം പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. VM സുധീരൻ എന്ന KPCC പ്രസിഡന്റിന് മേൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് വിജയം നേടുവാൻ വേണ്ടിയുള്ള കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനകത്തുള്ള ഒരു ചെറിയ ഒരു ക്യാൻവാസിൽ ചിന്തിച്ചുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണിത്. ആ തീരുമാനം എന്താ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. മാത്രമല്ല, എന്ത് അപഹാസ്യമാണ്. കേരള ഗവൺമെന്റ് അഭിഭാഷകൻ തന്നെ കേരള ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ റദ്ദാക്കിക്കോളൂ. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്ത് ലീഗൽ കൺസൾട്ടേഷനാണ് ഇവർ നടത്തിയത്? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിക്ക് അപ്പർ ഹാൻഡ് കിട്ടുവാനും ശ്രീ VM സുധീരനെ വീക്കാക്കുവാനും, VM സുധീരൻ കുറച്ച് ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രി കൊടുത്ത ഒരു മറുപടി ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഈ മദ്യനയം മുഖ്യമന്ത്രി KPCC പ്രസിഡന്റുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ, പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ, വേറെ ഏത് സർക്കിളിലാണ് ചർച്ച ചെയ്തത്? അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി വന്ന് ഒരു മന്ത്രിസഭാ യോഗത്തിൽ അല്ലെങ്കിൽ UDF യോഗത്തിൽ ഇത് അവതരിപ്പിക്കുന്നു. അതിന്റെ അശാസ്ത്രീയത ഞങ്ങൾ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മറ്റൊന്ന്, യുവമോർച്ചയും BJP ചില ദിവസങ്ങളിലും യുവമോർച്ച തുടർച്ചയായിട്ടും ഈ നയത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് 75-80% മദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ സർക്കാർ നടത്തിയിട്ട് സർക്കാർ പറയുകയാണ് 75-80% കേന്ദ്രങ്ങൾ സർക്കാർ നടത്തുകയാണ് സിവിൽ സപ്ലൈസ് വഴി. എന്നിട്ട് പറയുകയാണ് മറ്റുള്ള 25% പൂട്ടിയിട്ട് പറയുക സമ്പൂർണ്ണ മദ്യ നിരോധനം. ഇതെങ്ങനെ ഉണ്ടായെടുത്ത ഒരു നയം, ആ നയം ഭാവിയിൽ അതിന്റെ നിയമ പോരാട്ടങ്ങളിൽ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് നിങ്ങളടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏത് നയവുമായിക്കോട്ടെ, ആ നയത്തിനു വേണ്ടി ഹാജരാകുന്ന ഒരു അഭിഭാഷകൻ മനസ്സിൽ പോലും അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിലും കോടതിയിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിനെ ഏത് വിധത്തിൽ വേണം വ്യാഖ്യാനിക്കേണ്ടത്? കാരണം ഒന്ന്, നമ്മുടെ ഇവിടെ സംശയങ്ങൾ ഉന്നയിച്ച് പല സംശയങ്ങളും ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോയാൽ ബാറുടമകൾ ഭാവിയിൽ
ഏത് രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തും, വലിയ കാര്യങ്ങൾ പൊട്ടിപ്പറയാൻ പോകുന്നു, പുറത്ത് വിടാൻ പോകുന്നു തുടങ്ങിയ സംശയങ്ങളുടെ ബാക്കിയായി ഒരു വശത്ത് നിൽക്കുന്നു. മാത്രവുമല്ല, മദ്യനയത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഏകോപനമില്ലായ്മ എല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് രൂപം കൊടുത്ത് കൊട്ടിഘോഷിപ്പിച്ച ഒരു മദ്യനയം. ഇങ്ങനെ പല സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് കപിൽ സിബൽ കോടതിയിൽ വന്ന് പറയുന്നത്, തുടക്കത്തിൽ ഓഗസ്റ്റ് 20 ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും ഇന്നിപ്പോൾ വാദം പൂർത്തിയാക്കുമ്പോഴും പറയുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് തോന്നിയാൽ സുപ്രീം കോടതിക്ക് ഈ നയം എടുത്തു കളയാം, റദ്ദാക്കാം. എന്ത് തോന്നുന്നു? നിങ്ങളടക്കം പറഞ്ഞ വാദഗതികൾ അടിവരയിടപ്പെടുകയാണോ? ഈ മദ്യനയത്തിന്റെ ആപത്ത് കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായ ശ്രീ AK ആന്റണി തന്നെ പറയുകയുണ്ടായി. മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞിട്ടില്ല, 30% വീടുകളിൽ ഇപ്പോൾ മദ്യം കച്ചവടമായിട്ടുണ്ട്. അതിനപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് ഈ മദ്യനയത്തിന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കിട്ടാനില്ലല്ലോ. മദ്യത്തിന്റെ വിൽപ്പനയുടെ കാര്യത്തിലാണെങ്കിൽ 650 കോടി രൂപയുടെ മദ്യം ഇത്തവണ കൂടുതൽ വിറ്റിരിക്കുകയാണ്. ബാർ 3 സ്റ്റാർ 2 സ്റ്റാർ ഒക്കെ പൂട്ടിയതിന് ശേഷം. അതിന്റെ അർത്ഥം ബിവറേജിലെ വിൽപ്പന കൂടി, 5 സ്റ്റാർ ഹോട്ടലിലെ വിൽപ്പന കൂടി. ഇതിനും പുറമെ കോളേജുകളിൽ, ഹൈസ്കൂളുകളിൽ എല്ലാം മയക്കുമരുന്നും കഞ്ചാവിന്റെയും വിൽപ്പന കേന്ദ്രമായി. അത് ശ്രീ AK ആന്റണി അടക്കം സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ ആപത്തെല്ലാം വരുമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കപിൽ സിബൽ എടുത്തിരിക്കുന്ന നിലപാടാണെങ്കിൽ അദ്ദേഹം പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ്. ബാറുടമകളുടെ താല്പര്യത്തിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാട് തെറ്റാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ തിരുത്താം, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ തിരുത്താം എന്ന് സർക്കാരിന് വേണ്ടി വാദിക്കാൻ പോയ വക്കീൽ തന്നെ പറയുകയാണ്. ഇദ്ദേഹം നേരത്തെ ഈ ബാറുകാരുടെ കേസ് എടുത്തിരുന്നു എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് അയാളെ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാനായിട്ട് കപിൽ സിബലിനെ ഏർപ്പാട് ചെയ്തത്. അപ്പൊ ബാറുകാരുടെ കേസ് എടുക്കാൻ അദ്ദേഹത്തെ അന്ന് പ്രേരിപ്പിച്ചത് ബാറുകാരുടെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് കണ്ടിട്ടാണ്, സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന് കണ്ടിട്ടാണ്. അതിൽ ബാറുകാർക്ക് കേസ് വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കപിൽ സിബൽ കോട്ടിട്ടത്. അപ്പോൾ ഗവൺമെന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു കേരള ഗവൺമെന്റിനെതിരായി കേസ് വാദിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കേരള ഗവൺമെന്റിനെതിരായി കേസ് വാദിക്കാതെ കേരള ഗവൺമെന്റിന് വേണ്ടി കേസ് വാദിക്കാൻ ഉൾപ്പെട്ടു. പക്ഷേ അവിടെ ചെന്ന് വാദഗതികളൊക്കെ ഉയർന്നു വന്നപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തൊഴിലാളികൾക്ക് വേണ്ടി ഹാജരായ VK ബിജു നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബിജു, എന്താണ് സുപ്രീം കോടതിയിൽ ഒരു പക്ഷേ ഇന്നത്തെ വാദം പൂർത്തിയാക്കിയപ്പോൾ താങ്കളടക്കം തൊഴിലാളികളുടെ പുനരധിവാസം സംബന്ധിച്ചും ഒക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതിയെ സമീപിക്കുക. അവിടെ ഒരു ഒളിച്ചുകളിയുണ്ടോ? കാരണം പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ വലിയ തോതിൽ ഫണ്ട് സ്വരൂപിക്കുന്ന സാഹചര്യം കൊട്ടിഘോഷിച്ചു, കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ തരത്തിൽ വലിയ അധിക നികുതിയൊക്കെ ഈടാക്കി അവർക്ക് വേണ്ടി പാക്കേജൊക്കെ പ്രഖ്യാപിച്ചു. ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ വാദം പൂർത്തിയാകുന്നതോടുകൂടി സുപ്രീം കോടതിയിൽ നടന്ന കപിൽ സിബലിന്റെ വാദഗതികൾ അടക്കം മുഖവിലേക്ക് എടുത്താൽ മുതിർന്ന അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് മനസ്സിലാകുന്നത്? ബിജുവിലേക്ക് എത്താം. ഫക്രുദ്ദീൻ, എന്താണ് ഒരു പക്ഷേ കാര്യങ്ങൾ എന്തായാലും ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു, അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇന്ന് അജിത് റേലടക്കം ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടിയത്, ഷബീറിലേക്ക് ഞാൻ വരാം, കാരണം അന്തിമമായ ഒരു നിലപാട് സംബന്ധിച്ച് ഏറ്റവും അവസാനമായി താങ്കളാണ് അതിന്റെ പറയേണ്ടത്. ഇവിടെ ഇന്ന് അജയ് തറയിലടക്കം സൂചിപ്പിച്ചത് വിധി എങ്ങോട്ട് പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. സർക്കാരിന് ഒരുപക്ഷെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് ഒരു നയം രൂപീകരിക്കുന്നതിൽ കോടതിക്ക് അന്തിമമായി ഇടപെട്ടില്ലെങ്കിലും കൂടി കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. എന്ത് തോന്നുന്നു അന്തിമഘട്ടത്തിൽ നിന്ന് വാദം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ വാദങ്ങളൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടൊരു മറുപടി നൽകിയാൽ? ഭരണഘടനാ വിരുദ്ധമെങ്കിൽ കോടതിക്ക് ഇത് മദ്യനയം പിൻവലിക്കാം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇയാൾ പറയണം. അത് നാട്ടുകാർക്ക് മൊത്തം തന്നൂടെ. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് ഏത് വിഷയത്തിലും ഇടപെടാം. അവിടെയാണ് സംശയം. അവിടെയാണ് എന്തുകൊണ്ടൊരു മുൻവിധിയാണോ കപിൽ സിബൽ എടുക്കുന്നത്, ഒരു മുൻകൂർ ജാമ്യമാണോ? എവിടെയെങ്കിലും മുൻകൂർ ജാമ്യമൊന്നുമല്ല. സത്യത്തിൽ ഇതൊന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കപിൽ സിബൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ വക്കീലന്മാരിൽ ഒരാളാണ്.
ഇങ്ങനെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിച്ച മെസ്സേജ് കൊടുക്കുകയാണ്. എന്തിനാ വെറുതെ സംശയിക്കുന്നത്? ഗവൺമെന്റ് ഇത്തരം കാര്യത്തിൽ വലിയ സീരിയസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഇത് പിൻവലിക്കാം. ഇത് നമ്മൾ തന്നെ ഈ ഇലക്ഷൻ അരുവിക്കര ഇലക്ഷൻ സമയത്ത് കൈരളി TV തന്നെ കൊണ്ടുവന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. എറണാകുളത്തുള്ള ഒരു പ്രമുഖ അബ്കാരി അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു നോക്കട്ടെ, എന്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പുറത്തുവിടും. അതിലെ ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബിജു രമേശ്, ഞാനും കൂടി ഇവിടെ ഇരിക്കും, ബിജു രമേശ് ഈ കാര്യം പറഞ്ഞു അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ എനിക്ക് അനുകൂലമായ ചില സാധനങ്ങൾ വരും. ഇത് വളരെ കൃത്യമല്ല, പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. സുധീരൻ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ കണ്ടിരുന്നത്. ആദ്യം ഈ പറഞ്ഞ 200ഓളം ലൈസൻസ് കൊടുക്കാതിരിക്കുക, ഘട്ടം ഘട്ടമായിട്ട് കുറച്ച്, നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കുറച്ചുകൊണ്ട് വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ മൊത്തം നമുക്ക് ഭ്രാന്തിന് ചികിത്സിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു കേരളത്തിൽ. ഒറ്റ ദിവസം കൊണ്ട് ഇത് നിർത്താൻ പറ്റില്ല. ഇത് ഉമ്മൻചാണ്ടിയുടെ സെൻട്രൽ ട്രാവൻകൂർ രാഷ്ട്രീയത്തെ വല്ലാത്ത ഒരു തരത്തിലുള്ള വൃത്തികെട്ട അടവുണ്ടല്ലോ, ആ ഒരു അടവാണ്. രാജേഷ് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് സുധീരന് ഒരു പണി കൊടുക്കുക, എന്നിട്ട് ഇതിന്റെ ഇലക്ഷൻ ഇതിന്റെ ഗുണം അരുവിക്കര കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന വ്യക്തികെട്ട ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ. ഇത് സ്വാഭാവികമായിട്ടും കോടതി തിരിച്ചറിയുന്ന ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഗുജറാത്തിലൊക്കെ തന്നെ ഈ നയമുണ്ട്. അത് കോടതി പലകുറി ചോദിച്ചു. ഇത് ശാസ്ത്രീയ പഠനമാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ മദ്യത്തിന്റെ ഉപഭോഗം സംബന്ധിച്ച കണക്കുകൾ, ഇതൊന്നും ഷഫീർ, ഇവിടെ ഈ മുപ്പളമ തർക്കത്തോടുകൂടി നടത്തിയ ഒരു നയം, അത് ഞാൻ പറയേണ്ടതില്ല, അതിലേക്ക് പോയി കഴിഞ്ഞാൽ സങ്കീർണമാകും. ഇവിടെ നിയമ പോരാട്ടത്തിലേക്ക് വരുമ്പോഴും കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി നൽകാൻ നിങ്ങളുടെ സർക്കാർ അഭിഭാഷകന് കോടതിയിൽ കഴിയുന്നില്ല? ഈ ചർച്ചയുടെ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും ഈ കേരളത്തിലെ പാർട്ടിയും സർക്കാരും ഈ സുപ്രീം കോടതിയുടെ വിധി നമുക്ക് അനുകൂലമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ചയിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. സർക്കാർ എടുത്ത മദ്യനയം, കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ച മദ്യനയം, കേന്ദ്രത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീ കപിൽ സിബൽ വാദിച്ച മദ്യനയം സുപ്രീം കോടതിയിൽ വിജയിക്കും എന്ന് ആധികാരികമായി ഞാൻ പറയാൻ കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ പല ആളുകളും പല കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. ബഹുമാനപ്പെട്ട ശ്രീ VV രാജേഷ് പറഞ്ഞതെന്ന് ഞാൻ തുടങ്ങി. എനിക്ക് അല്പം സമയം തരണം ഇതിനകത്ത് പറയാൻ. VV രാജേഷ് പറഞ്ഞല്ലോ, ഇവിടെ മദ്യ നയത്തെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ വിമർശനമാണ് ശ്രീ VV രാജേഷ് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിക്കുകയും മദ്യനിരോധനമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് ഗുജറാത്തിലുടനീളം പ്രസംഗിക്കുകയും ചെയ്ത നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാണ് ശ്രീ VV രാജേഷ്. VV രാജേഷ് ഇത് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാര്യം എന്നറിയോ, കേന്ദ്രത്തിന്റെ അറ്റോർണി AG മുകുൾ റോത്തഗി ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ അറ്റോർണിയാ, സർക്കാർ അഭിഭാഷകന. അദ്ദേഹം 4-സ്റ്റാർ ബാർഗിക്ക് വേണ്ടി ഇതേ കേസിൽ ഇന്നലെ ഇവിടെ സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ള ആളാണ്. ഇവർ മദ്യത്തിന്റെ ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ അതിൽ പരം ഒരു സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ, ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടോ? പിന്നെ ബഹുമാനപ്പെട്ട അത് സംബന്ധിച്ച് നൽകി. പക്ഷേ അതിന്റെ സാങ്കേതികത്തിന് വേണമെങ്കിൽ ഞാനത് പറയാം. പിന്നെ രണ്ടാമത്തെ വിഷയം, ഞങ്ങൾ ഇവിടെ വന്നത് ഏറ്റവും അവസാനത്തെ ഒരു ലൈൻ എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നൊരു വിവാദമായി ഇതിനെ അവതരിപ്പിക്കുന്നത്. സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അഭിഭാഷകൻ കൃത്യമായി പറഞ്ഞു, കേരളത്തിന്റെ സാമൂഹിക പരിസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നയം നടപ്പിലാക്കിയത്. ഇത് ബാറുകൾ നടത്തുക എന്നുള്ളത് ആർട്ടിക്കിൾ 14 ഈക്വാളിറ്റിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അവർ പറഞ്ഞെന്താ, ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ആർട്ടിക്കിൾ 14 ഭാഗമാണ് ബാർ നടത്തുക എന്നുള്ളതാണ് മുകുൾ റോത്തഗിയുടെ വാദം. അത് അദ്ദേഹത്തിന്റെ വാദഗതിയിൽ ഞാൻ ആർഗ്യുമെന്റ് എടുത്തുകൊണ്ട് തന്നെ പറയാണ്, ആർട്ടിക്കിൾ 47 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അവിടെ പൊതുജന താല്പര്യപ്രകാരം ഒരു നിയമം നടത്താനുള്ള അവകാശം സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ അവകാശം നടക്കും പൊതുജന താല്പര്യമാണ് ഈ പറയുന്ന വാദഗതികൾ. ഞാൻ പറയട്ടെ, 14 വകുപ്പാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ അവിടെ സർക്കാരിന് അതിനുള്ള ഡിസ്ക്രിഷണറി പവറുണ്ട്. അതിൽ അന്തിമമായിട്ട് കോടതി കാര്യങ്ങൾ പറയില്ല. പക്ഷേ കോടതി ഉന്നയിക്കുന്ന ചോദ്യങ്ങളും കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ച ഷബീറിലേക്ക് വരാം. രാജേഷ്, ഞാൻ വരാം. വി കെ ബിജുവിലേക്ക് പോയ ശേഷം ഞാൻ വരാം. ശ്രീ വി കെ ബിജു, ശരിക്കും എന്താണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്? കാരണം ഇന്ന് കപിൽ സിബൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ കൂടി തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ് മുന്നോട്ട് വെച്ച വാദഗതികൾക്ക് ഹൈക്കോടതിയിലേക്ക് പോവുക, അവിടെ എന്ത് അസ്വാഭാവികത, ശരിയില്ലായ്മയാണ് ഒരു പക്ഷേ ഇപ്പോഴും കോടതിയുടേതല്ല, അവിടെ സർക്കാർ എടുത്ത പുനരധിവാസ പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിൽ അശാസ്ത്രീയത ഇപ്പോഴും നിലനിൽക്കുന്നു. താങ്കൾ അടക്കം ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ. ബിജു. പ്രജീഷ്, ഈ ഒരു കേസിൽ പ്രജീഷ് കേൾക്കുന്നുണ്ടോ? യെസ്, പറഞ്ഞോളൂ തുടരാം. ഹലോ, തുടർന്നോളൂ. പ്രജീഷ്, ഈ ഒരു കേസിൽ തലനാരിഴ
കീറി മുറിച്ച് പരിശോധിച്ച ഒരു വിധിയായിരിക്കും വരാൻ പോവുക. ഓഗസ്റ്റ് 13 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വാദം കേട്ടു തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരേക്കും ആ കോടതിയിൽ മറ്റ് കേസുകളൊക്കെയും മറ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ കോടതിയിൽ ഓൾ കേരള ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് തൊഴിലാളി യൂണിയന് വേണ്ടിയും 3 സ്റ്റാർ ഹോട്ടലുകളിലെ തൊഴിലാളികൾക്ക് വേണ്ടി 2 അപ്പീലിൽ ഞാൻ ഹാജരായിക്കൊണ്ടിരുന്ന ആളാണ്. ഇതിനകത്ത് രാഷ്ട്രീയമായി ഉത്തരം പറയാൻ അവിടെ എന്നെക്കാട്ടിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളുണ്ട്, അവർക്ക് അത് പറയാം. പക്ഷേ ഈ കേസിൽ ഹാജരായ ഒരാൾ എന്നുള്ള നിലക്ക് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കേസിനകത്ത് ഇന്ന് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കപിൽ സിബലും ബഹുമാന്യനായ എൻ്റെ സീനിയർ കൊളീഗ് മിസ്റ്റർ കപിൽ സിബലും കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മിസ്റ്റർ MR രമേഷ് ബാബുവിനോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. ഈ തൊഴിലാളികൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും, റിഹാബിലിറ്റേറ്റ് ചെയ്യും എന്നുള്ളതിന് സ്റ്റഡി ഉണ്ടോ, ഡാറ്റ റിപ്പോർട്ട് ഉണ്ടോ? അന്നു മാത്രമല്ല, ഈ തൊഴിൽ നഷ്ടപ്പെട്ട അവരുടെ സൂയിസൈഡ് ചെയ്യപ്പെട്ട അവരുടെ കുടുംബങ്ങളുടെ പേരുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 5% സെസ് ഏർപ്പെടുത്തിയില്ലേ? അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ഏപ്രിലിൽ 26 കോടി രൂപയും മെയ്യില് 27 കോടി രൂപയും ജൂണില് 27 കോടി രൂപയും പിരിച്ച് ഈ 3 മാസത്തെ കണക്ക് ബിവറേജസ് കോർപ്പറേഷന്റെ MD 73 കോടി രൂപ 25 ലക്ഷം ആൻഡ് 22,516 രൂപ നിങ്ങൾ പിരിച്ചെടുത്തു. അതിന്റെ കണക്ക് എവിടെ എന്ന് ഇന്ന് കോടതിയിൽ ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി കപിൽ സിബലിനോട് ചോദിച്ച ഒരു ചോദ്യം, ആ ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി മിസ്അപ്രോപ്രിയേറ്റ് അല്ല, അത് IPC 420 ആണ്. ഈ തൊഴിലാളികളുടെ പേരുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോടിക്കണക്കിന് രൂപ പിരിക്കുന്നു. നിങ്ങൾ ഈ മരിച്ച സൂയിസൈഡ് ചെയ്ത തൊഴിലാളികളുടെ വീട്ടിൽ പോയോ, 1 രൂപയുടെ സഹായം ചെയ്തോ? ഓണമല്ലേ, ഇതിന് നിങ്ങൾ സമാധാനം പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, അത് ഞങ്ങൾ സീരിയസ് ആയി കൺസിഡർ ചെയ്യും, അത് ഹൈക്കോടതിക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വ്യക്തമാണ്. അതാണ് അദ്ദേഹം വ്യക്തത വരുത്തി. ഷഫീറിലേക്കും രാജേഷിലേക്കും മറുപടിയിലേക്ക് എത്താം. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ആനത്തലവട്ടം, ഇവിടെ ഷഫീർ ചൂണ്ടിക്കാട്ടുന്ന പോലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഭരണഘടനയുടെ 14ാം വകുപ്പ്, അവിടെ എന്തായാലും സർക്കാരിന് നയപരമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാം. അത് മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു ഉറപ്പിലേക്ക് പോകുന്നതല്ലാതെ ഇതിന്റെ വിധി സംബന്ധിച്ച് താങ്കളടക്കമുള്ളവർക്ക് വലിയൊരു ആകാംക്ഷയുണ്ടോ? കാരണം കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ, നയത്തെക്കുറിച്ച് കോടതി എതിർക്കുന്നില്ല, നയം എന്തായാലും തള്ളിക്കളഞ്ഞുകൊണ്ട് ബാറുകൾ തുറക്കാൻ എന്തായാലും കോടതി പറയില്ല എന്നുള്ള കാര്യം ഒക്കെ തന്നെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ശരിക്കും ഇന്നടക്കം സംഭവിക്കുന്നതും പഴയ വലിയ യുദ്ധങ്ങളുടെയൊക്കെ തുടർച്ച, ഇതിന്റെ ഒരു പരിണാമം ഏത് രീതിയിലായിരിക്കുമെന്ന ആശങ്ക ഒരുപക്ഷെ ഇന്നിപ്പോൾ ബിജു അടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയ ചോദ്യങ്ങളുണ്ട്, ഒട്ടേറെ ചോദ്യങ്ങൾ. എവിടെ ഫണ്ട്, എവിടെയാണ് പിരിച്ച ഫണ്ട്? മദ്യത്തിന് വലിയ തോതിൽ തുക കൂട്ടി അധികം ലഭിക്കുന്നതൊക്കെ സ്വരൂപിച്ച് പുനരധിവാസത്തിലേക്ക് പോകാം, ഒന്നും എത്തിയിട്ടില്ല. എന്താണ് ശരിക്കും കോടതി ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ തന്നെ എടുത്തുകൊണ്ടുള്ള ഒരു വിധിയായിരിക്കുമോ വരാൻ പോകുന്നത്? സ്വാഭാവികമായി അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ പ്രതീക്ഷ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുമുണ്ട്, KPCC നേതൃത്വത്തിനുമുണ്ട്. അവിടെ ഔദ്യോഗിക വക്താവായ അജയ് തറയിൽ എന്നുള്ള ഒരു ചാനലിലെ അഭിമുഖത്തിൽ പറയുണ്ടായത്, കോടതിയുടെ വിധി ഗവൺമെന്റ് നയത്തിനെതിരായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ്. അതിന് അദ്ദേഹം വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ജഡ്ജിമാർക്ക് കാശ് കൊടുത്ത് വിധി മാറ്റുമെന്നാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ കുറിച്ച് അങ്ങനെ ഒരു നിരീക്ഷണം KPCCയുടെ ഔദ്യോഗിക വക്താവിന് പറയാൻ എങ്ങനെ തോന്നിയെന്നറിയില്ല. കോടതി ഇപ്പോൾ പരിശോധിക്കാൻ പോണത് ഇവിടെ നേരത്തെ ബിജു പറഞ്ഞ കാര്യങ്ങൾ. ഒരു വിഭാഗം അതിനകത്ത് ആശ്രയിച്ച് ജീവിച്ച തൊഴിലാളികളെ പട്ടിണിയിലേക്ക് ഇടുകയും അവർ ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നം നിലവന്നിരിക്കുന്നു. അത് ഈ ഗവൺമെന്റ് നയത്തിന്റെ ഫലമായിട്ടാണ്. മദ്യം നിരോധിക്കാനും നയപരമായ തീരുമാനമെടുക്കാൻ ഗവൺമെന്റിന് അവകാശമുണ്ട്. പക്ഷേ ആ തീരുമാനമെടുക്കുമ്പോൾ മനുഷ്യന് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. അത് മദ്യം വിറ്റ് തന്നെ ജീവിക്കണമെന്നുള്ള അവകാശമൊന്നും അതിൽ എഴുതി വച്ചിട്ടില്ല. പാല് വിറ്റ് ജീവിച്ചാലും മതി, അല്ലെങ്കിൽ തൈര് വിറ്റ് ജീവിച്ചാലും മതി. പക്ഷെ ആ പണി കൊടുക്കണ്ടേ? പണി ഉണ്ടായിരുന്ന പണി നഷ്ടപ്പെടുത്തി പിടിച്ചു പറിച്ചിട്ട് നാളെ തൊട്ട് പണിയില്ലെന്ന് പറയുന്നതിനകത്ത് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം.
ആ അവകാശം നിഷേധിക്കലാണ്. അത് കോടതി പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ബാറുകളുടെ കാര്യത്തിൽ അനുവദിച്ച കാര്യത്തിലുള്ള വിവേചനമുണ്ട്. അതിവിടെ കേരളത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നേരത്തെ രാജേഷ് മറ്റും ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ടല്ലോ. ഈ 730 ബാറും പൂട്ടാനല്ല തീരുമാനിച്ചത്, 418 പൂട്ടാൻ തീരുമാനിച്ചിരുന്നത്. അത് അവർ തമ്മിലുള്ള പോരിന്റെ ഫലമായിട്ടാണ്. എന്നാൽ എല്ലാ ബാറും പൂട്ടാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചത് മനസ്സില്ലാ മനസ്സോടെ എടുത്ത തീരുമാനമാണ്. അതിന്റെ അർത്ഥം കോടതിയിൽ പോയാൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു വിധി കോടതി ഇതിന്റെ വിവേചനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വിധി പറയുന്നില്ല എങ്കിൽ ബാറുടമകളെ സംബന്ധിച്ചിടത്തോളം അവർ മുടക്കിയ കാശ് എല്ലാം നഷ്ടത്തിലാവും. കാശ് ഗവൺമെന്റിന് വേണ്ടി ലൈസൻസ് കിട്ടും, പുതുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച മന്ത്രിമാർ വാങ്ങിയ കാശ് അതിന്റെ എല്ലാം കണക്ക് അവർ പറയുമെന്നെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കണമെങ്കിൽ കോടതി ഇപ്പോൾ ഇവർക്ക് ഈ നയം തെറ്റാണെന്ന് പറഞ്ഞൊരു വിധി പ്രസ്താവിച്ചാൽ മറ്റേ കാര്യമൊക്കെ അവർ പറയാൻ തയ്യാറാവില്ല, അതൊക്കെ ഒളിച്ചു വയ്ക്കും. അതല്ല, ഇവർക്ക് ബാറ് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും ഈ ബാറുടമകൾ പിടിച്ച് കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുത്തതിന്റെ നാറുന്ന കഥകളെല്ലാം പുറത്തു വരുന്നതായിരിക്കും ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വരാൻ പോണ നെറ്റ് റിസൾട്ട്. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രാജേഷ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ അഭിഭാഷകൻ പോലും അത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമായി മാറുന്നുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാറുടമകൾക്ക് വേണ്ടി എന്തായാലും അറ്റോർണി ജനറൽ അടക്കം ഹാജരായ സാഹചര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. നേരത്തെ ഷഫീർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടെ സർക്കാർ അഭിഭാഷകൻ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നു. ഇവിടെ ഒരു വിഭാഗം എന്തായാലും മദ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നയം നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടണമെന്ന് പറയുമ്പോഴും മറ്റൊരു വിഭാഗം നയത്തിന്റെ മറ്റ് ചലനങ്ങളെ കൂടി ഗൂഢമായ രീതിയിൽ വീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഷഫീർ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റോ വന്നതിന് ശേഷമല്ല ഗുജറാത്തിൽ മദ്യനിരോധനം വന്നത്. അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാന്ധിജിയുടെ ജന്മദേശമായ ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മദ്യക്കച്ചവടം പല സംസ്ഥാനങ്ങളിലുണ്ട്, ഗുജറാത്ത് ഒഴി എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. സമ്പൂർണ്ണമായിട്ടും മദ്യം നിരോധിക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഒരിടത്തും ഉയർത്തിയിട്ടില്ല. ഞങ്ങൾ ഉപഭോഗം കുറച്ചു കൊണ്ടുവരണം എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ പരാജയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു തീരുമാനം, ഒരു വാദം ഇവിടുത്തെ സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതി ഉയർത്തുമ്പോൾ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നയം ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് വിരോധമല്ല. പക്ഷേ അവിടെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ല, ഒരിടത്തുമില്ല. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഷഫീർ പറഞ്ഞതിൽ തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല അവിടെ മദ്യനിരോധനം ഉണ്ടായത്. ഗുജറാത്തിന്റെ പശ്ചാത്തലം മറ്റൊന്നാണ്. ഇനി വേറൊന്ന്, ഇവിടെ അറ്റോർണി ജനറൽ ഹാജരായതിനെ കുറിച്ച് പറഞ്ഞു. അറ്റോർണി ജനറൽ ഹാജരാകാതിരിക്കാൻ ഇത് കേന്ദ്ര ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ള കേസല്ലല്ലോ, സുപ്രീം കോടതി തന്നെ പറഞ്ഞാണല്ലോ. മാത്രവുമല്ല, ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കേസുകളിൽ അവർക്ക് ഹാജരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അറ്റോർണി ജനറൽ ഹാജരാകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് ഷഫീർ പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ സമർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, നയത്തിലേക്കും താങ്കളുടെ ചോദ്യത്തിലേക്കും വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ 14 സംരക്ഷണത്തിൽ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. ഗവൺമെന്റിന് നയം രൂപീകരിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിളിന്റെ ഒരു സംരക്ഷണം വെച്ചുകൊണ്ട് ഗവൺമെന്റിന് സമൂഹത്തിന്റെ ബാക്കി എല്ലാ ബാലൻസ് തെറ്റിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് സുപ്രീം കോടതി അതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുമോ? ഗവൺമെന്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഞാൻ വലിയ ടെക്നിക്കാലിറ്റീസ് ഒന്നും പോകില്ല, ബുദ്ധിമാനായ കേരള മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? കേരള മുഖ്യമന്ത്രി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ കോടതിയിൽ ആ തീരുമാനങ്ങൾ ചോദ്യം ചെയ്തിട്ട് ഗവൺമെന്റ് തീരുമാനങ്ങൾ പരാജയപ്പെടുവാനുള്ള ലൂപ്പ് ഹോൾസും കൂടെ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? കോടതിയല്ലേ തീരുമാനിച്ചു, എനിക്കൊന്നും ചെയ്യാൻ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എന്താവുന്നു? കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഉൾക്കാഴ്ചയോട് ഉമ്മൻചാണ്ടി അന്നേ കണ്ടിരുന്നു. കാരണം വലിയ അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട് സുധീരൻ ഒരു മറുപടി നൽകുക, അത് വലിയ രീതിയിൽ ഞാൻ പറയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്താ? തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്താ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് നീട്ടിവെക്കണം. ഗവൺമെന്റ് നീട്ടിവെക്കുവാൻ വേണ്ടി പല ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് ഒരു ഗ്രേ ഏരിയ സൃഷ്ടിച്ച ശേഷം കോടതിക്ക് വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് ഒടുവിൽ കോടതിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് കോടതിയല്ലേ തീരുമാനമെടുത്തത്. ഇവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ നയം എടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു? 75% നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ 25% അടച്ചു പൂട്ടിയിട്ട് എങ്ങനെ സാധിക്കും? മാത്രമല്ല 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കുമ്പോഴേക്കും അവർക്ക് എന്താ പ്രത്യേകത? ഇങ്ങനെയുള്ള
റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സുപ്രീം കോടതി ജഡ്ജിമാർ റൈസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്, ചോദ്യത്തിലെല്ലാം ഒട്ടേറെ ചോദ്യങ്ങൾക്കുണ്ട്. പക്ഷെ അവിടെ ഉത്തരം നൽകിയ കപിൽ സിബലാണ്. അവിടെ കപിൽ സിബല് വ്യക്തമായി എന്ത് മറുപടി? ഏത് ശാസ്ത്രീയ ഞാനൊന്ന് മറുപടി അല്ലല്ല ഷഫീറിന്റെ ഞാൻ എനിക്ക് മറുപടി പറഞ്ഞു. അതെ, ഷഫീർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു. ഗയം തെറ്റാണെങ്കിൽ സുപ്രീം കോടതി റദ്ദാക്കുമെന്ന് പറയുന്നതാണ് ഉത്തരം. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഓഗസ്റ്റ് 20 ഷഫീർ തുടങ്ങുന്ന സമയത്ത്, ഒരു വാദം തുടങ്ങുന്ന സമയത്തും ഇതേ സംശയം സർക്കാർ അഭിഭാഷകൻ ഉന്നയിക്കുന്നു. തീരുന്ന ദിവസം, വാദം പൂർത്തിയായ ദിവസം ഇക്കാര്യം ഉന്നയിക്കുന്നു. പറഞ്ഞ ചോദ്യങ്ങൾക്ക് എവിടെയാണ് വ്യക്തമായ മറുപടി നൽകിയത്? മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞത് കപിൽ സിബൽ പറഞ്ഞത് ഇത് ഞങ്ങൾ 2011 സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. 2013-14 കാലത്തിലെ മദ്യനയത്തിൽ തന്നെ പറഞ്ഞിരുന്നു 4 സ്റ്റാറുകൾക്ക് താഴോട്ടുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടുന്നത് സർക്കാരിന്റെ മദ്യനയമാണെന്ന് പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക കാലാവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ഈ മദ്യനയം രൂപപ്പെടുത്തിയത്. ബാറുകൾക്ക് ഒരിക്കൽ ലൈസൻസ് കിട്ടിയാൽ വീണ്ടും അത് തുടരുക എന്നുള്ളത് ആ ലൈസൻസിൽ അതിനങ്ങനെ പറഞ്ഞിട്ടില്ല. വിക്രംജിത്ത് സെൻ ഉന്നയിച്ച ചോദ്യം എന്ത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഉപഭോഗം, മദ്യ ഉപഭോഗത്തിന്റെ കാര്യം പറയട്ടെ, മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ പോലും എത്ര ശതമാനം പേർ അമിത മദ്യപാനികളാണ്, അല്ലെങ്കിൽ അതിന്റെ ശതമാന കണക്കുകൾ പോലും വ്യക്തതയില്ല. ഇതൊക്കെയാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നുണ്ട്. രാജേഷ്, ഞാൻ പറയുന്നത് ഷഫീർ വഴുതി മാറരുത് ദയവ് ചെയ്ത്. അതായത് നിങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും പോകണ്ട, ആ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം. 120 കോടി രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് 120 കോടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കപിൽ സിബൽ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളെ പുനരധിവാസത്തിന്റെ പ്രക്രിയ വളരെ കുറച്ച് ഏർപ്പെടുന്നുള്ളൂ. കാരണം എന്തറിയോ, ഈ ബാറുകൾ മൊത്തത്തിൽ പൂട്ടിയിട്ടില്ല. അവിടെ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും ഉണ്ടപ്പോൾ തന്നെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന്റെ പ്രശ്നം വലുതായിട്ട് ഉദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 120 കോടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ബിജു, അവിടെ കോടതിയിൽ അങ്ങനെ ലാഘവത്തോടു കൂടിയാണോ സുപ്രീം കോടതി ആ ഒരു വാദഗതിയെ കണ്ടത്? സുപ്രീം കോടതി ഏത് രീതിയിലാണ് ഈ സർക്കാർ പറയുന്ന വലിയ തോതിലൊന്നും തൊഴിൽ നഷ്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല, വലിയ ബാധ്യതകളൊന്നും ഇല്ല എന്ന് തൊഴിലാളികൾ പറഞ്ഞ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ പറയുന്ന ഈ വാദഗതി ആ രീതിയിലാണോ എതിർഭാഗം ഉന്നയിച്ചപ്പോൾ ആ രീതിയിലാണോ സുപ്രീം കോടതി മുഖവിലേക്ക് എടുത്തത്? ബിജു. പ്രജീഷ, ഞാൻ ആ ചോദ്യത്തിന് ഹലോ പറഞ്ഞോളൂ ഹലോ തുടർന്നോളൂ. ഹലോ കേൾക്കാം. പ്രജീഷ, ഞാൻ ആ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാ ബഹുമാനത്തോടും കൂടി എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന്, കേരള സമൂഹത്തിലാണ് നമ്മൾ, അതിൻ്റെ നടുക്കിരുന്നാണ് കൈരളിയുടെയും പീപ്പിളിൻ്റെയും പ്രേക്ഷകർ ഇത് കാണുന്നത്. നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഒരു മദ്യനയം നടപ്പാക്കിയ സമയത്ത് ഗൂഗിളിൽ കയറിയിട്ട് കേരള മദ്യനയം ലിക്കർ പോളിസിയിൽ നിന്ന് അടിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ട എംപ്ലോയീസിൻ്റെ അടിക്കുക, അവിടെ ഇത് മുഴുവൻ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ കിട്ടും. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് മനുഷ്യരെ പൊട്ടരാക്കരുത് എന്ന് ഞാൻ ആദ്യം പറയുന്നു. രണ്ടാമത്, എൻ്റെ പ്രിയ സുഹൃത്ത് ഷമീർ പറഞ്ഞ ആ ബിയർ പാർലറിൽ തൊഴിലാളികളെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ എൻ്റെ സുഹൃത്തെ, 60 തൊഴിലാളികൾ ഒരു ബാറിലുണ്ടെങ്കിൽ ആ 60 പേരെ അത് ബിയർ പാർലർ ആക്കുമ്പോൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? ഒന്ന്. രണ്ടാമത്, തൊഴിലാളികളെ ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും, ഞാൻ പറയട്ടെ ഒന്നുകിൽ സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് സർക്കാർ എന്തായാലും ചെയ്തത്? സുപ്രീം കോടതി പറയുന്നതിന് ഒരിക്കലുമില്ല. പി എഫിന്റെ പരിധിയിൽ വരുന്ന, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരം നിർത്താം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സൈലന്റ് ആയിരുന്നു. ഇന്ന് ഞാൻ കപിൽ സിബലിനോടും അത് പറഞ്ഞു. താങ്കൾ ആർഗ്യൂ ചെയ്തപ്പോൾ ഞാൻ സൈലന്റ് ആയിരുന്നു. യെസ്, പി എഫിന്റെ പരിധിയിൽ വരുന്ന എത്ര തൊഴിലാളികളുണ്ട്? ഡയറക്റ്റ് തൊഴിലാളികളും ഇൻഡയറക്റ്റ് തൊഴിലാളികളുമുണ്ട്. അവരെല്ലാം പി എഫിന്റെ പരിധിയിൽ വരുന്നില്ല. ഒന്ന്. രണ്ടാമത്, 60-100 ജോലിയുള്ള തൊഴിലാളികളുള്ള ഒരു ബിയർ പാർലർ ആക്കുമ്പോൾ ആ ബാറിന്റെ ഓണർ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് എങ്ങനെ അറിയും? അവർ തയ്യാറല്ല. 3. ഉമ്മൻചാണ്ടി സർക്കാർ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുനർജനി എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി അഥവാ ഒരു തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 24 അനുസരിച്ചോ
സ്പെസിഫിക് റിലീഫ് ആക്ട് അനുസരിച്ചിട്ടോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് കേരള ചെത്തുതൊഴിലാളി കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. 3, ഈ ബിയർ പാർലർ കേരളത്തില് മൺസൂൺ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ എത്ര ബിയർ ബോട്ടില് ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ വിറ്റു എന്ന് നോക്ക്. ഇതെല്ലാം ഞങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ബിയർ പാർലർ വന്നു, തൊഴിലാളികളെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം എന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതുപോലും തൊഴിലാളികളുടെ കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ്. ബോംബെ ഡാൻസ് ബാർ കേസില് അവിടുത്തെ തൊഴിലാളികൾ ഡാൻസ് ചെയ്യുന്നു, മദ്യപിക്കുന്നു, അവരുടെ ലീവ്ലിഹുഡിനെ അഫക്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതി അവരെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്ത്. ഇവിടെ ഡാൻസ് ബാർ കേസ് ഈ കേസിൽ ഡാൻസ് ബാർ കേസിന്റെ വിധി ഇതിനകത്ത് ബാധകമല്ല എന്ന് ഇന്നത്തെ വാദഗതിക്ക് അകത്ത് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജു കേൾക്കുന്നില്ലേ? അസംബന്ധമാണ്. നിങ്ങൾ എവിടുന്ന് അത് കേട്ടു എന്ന് എനിക്കറിയില്ല. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സുരേഷ് ബാബു, ഇവിടെ മദ്യനയം താങ്കൾ ഒരു പക്ഷേ ഒട്ടേറെ ചർച്ചകളിൽ നമ്മോടൊപ്പം ചേർന്ന വ്യക്തിയാണ്. ഇതിന്റെ തുടക്കം മുതൽ നയം നടപ്പാക്കിയ സമയം തൊട്ട് ഇന്നിപ്പോൾ നിയമപരമായ പോരാട്ടം സുപ്രീം കോടതിയിലെത്തി. അതിന്റെ അന്തിമഘട്ടം പിന്നിടുമ്പോൾ കപിൽ സിബൽ ഇന്ന് എന്തായാലും ഒരു സംശയമല്ലെങ്കിൽ കൂടിയും ഒരു പരാമർശം അദ്ദേഹം നടത്തി. അത് മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിഭാഷകൻ പറഞ്ഞത് സർക്കാർ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു, തൊഴിലാളികൾക്ക് വേണ്ടി 30 കോടിയോളം രൂപ സമാഹരിച്ചു. ഇതൊക്കെ എവിടെ പോയി? കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടില്ല. തുടക്കം മുതൽ ഇതിന്റെ ഏറ്റക്കുറച്ചിൽ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ പല സംശയങ്ങളും ഉയർത്തിയിരുന്നു. അതിനുശേഷം ഒക്കെ വന്നു. ഇതിന്റെയൊക്കെ ആകെത്തുകയായിട്ട് ഒരുപക്ഷെ പരിണമിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഈ സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഏറ്റക്കുറച്ചിൽ, ഒട്ടേറെ കാര്യങ്ങൾ. സുരേഷ് ബാബു, ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ള വിഷയം പൂർണ്ണമായും ഭരണപരമായ വിഷയമാണ്, നയപരമായ വിഷയം ഒട്ടുമല്ല. നയം എന്താണ്? നയം നമ്മുടെ മുമ്പിൽ, ഈ രാജ്യത്ത് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ മദ്യവും മദ്യത്തിന്റെ അവൈലബിലിറ്റിയും തുറന്നു കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇപ്പോൾ തുറക്കപ്പെട്ടിട്ടുള്ള മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ പരിഹരിക്കുന്നതിനാണ് ഗവൺമെന്റ് ഒത്തിരി നയപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് നടപ്പാക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടാവുകയോ കുറവുകൾ ഉണ്ടാവുകയോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ നേരിടുവാൻ ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിന് കഴിയും. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം അത് പൂർണ്ണമായി ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കി ഒരു തൊഴിലാളിയുടെയും കണ്ണുനീര് വീഴാതെ നോക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ആവശ്യമില്ല. അവിടെ സുരേഷ് ബാബു, അവിടെ എന്തുകൊണ്ട് കപിൽ സിബലിന് പോലും ഒരു സംശയം ഇക്കാര്യത്തിൽ? അദ്ദേഹം ബോധപൂർവമാണോ എന്നറിയില്ല, എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു സംശയമെങ്കിലും ഉയർത്തേണ്ട ഒരു സാഹചര്യം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് എന്തായാലും നയം എടുത്തു കളയാം. സ്വാഭാവികമാണ് സംശയമെങ്കിലും, സ്വാഭാവികമാണ് പറച്ചിൽ. നിങ്ങളും ഞാനും തമ്മിൽ ഒരു സംഭാഷണം നടത്തുമ്പോ പറയാലോ, ഭരണഘടനാ വിരുദ്ധാണെങ്കിൽ കോടതി അത് തള്ളുമല്ലോ എന്ന് പറയുന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരാമർശം അതിനകത്ത് മറ്റൊരു അർത്ഥ പ്രതലം അതിൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അവിടെ സർക്കാർ രൂപീകരിച്ച അതായത് സുരേഷ് ബാബു സർക്കാർ രൂപീകരിച്ച നയത്തിലെ പിഴവുകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, പ്രതിപക്ഷമടക്കം ആരോപിക്കുന്ന പിഴവുകൾ കൂടി ഉൾക്കൊണ്ടുള്ളൊരു മറുപടിയല്ലേ അത്? അല്ല, അതല്ല ഇവിടെ കപിൽ സിബൽ പരാമർശത്തിന്റെ അർത്ഥം എന്താണ്? വിരുദ്ധമോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമോ ആണെങ്കിൽ കോടതിക്കത് തിരസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കപിൽ സിബൽ ഉദ്ദേശിക്കുന്നത് ഇത് പൂർണ്ണമായും ഭരണഘടനയ്ക്ക് വിധേയമാണ്, ഇന്ത്യയുടെ പൊതു സമൂഹത്തിന്റെയും പൊതു നയത്തിന്റെയും പരിപാടികൾക്ക് പൂർണ്ണമായും വിധേയമായിട്ടുള്ള ഒരു നയമാണ്, അതുകൊണ്ട് ഒരിടത്തും തള്ളപ്പെടേണ്ടി വരില്ല എന്ന അർത്ഥത്തിലാണ് ശ്രീ കപിൽ സിബൽ അത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന യാതൊരു ആവശ്യവും അക്കാര്യത്തിലില്ല. യെസ്, സുരേഷ് ബാബുലേക്ക്. ശ്രീ രാജേഷ്, ടെലികോം നയമോ വിദ്യാഭ്യാസ നയം പോലെ എന്തായാലും പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു നയമാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, പരീക്ഷിച്ച് വിഫലമായ ഒരു നയം അത് നടപ്പാക്കുന്നതിലും അതിനുവേണ്ടി സംസാരിക്കുന്നതിലെയും അശാസ്ത്രീയ സംബന്ധിച്ചും അസ്വാഭാവിക സംബന്ധിച്ചും സുപ്രീം കോടതി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുരേഷ് ബാബു പറഞ്ഞ വാദഗതിയാണെങ്കിൽ, കാരണം പിഴവുകൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല, അത് വാദമധ്യേ വന്ന ഒരു വാക്കാണ് കപിൽ സിബലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലല്ല സുരേഷ് ബാബു സാർ അതിനെ ലാഘവ ബുദ്ധിയോടെ, വളരെ ഗൗരവമായ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം, ലാഘവ ബുദ്ധിയോടെ സംസാരിച്ച് അതിനെ ലളിതവൽക്കരിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി അദ്ദേഹം നടത്തുന്ന ശ്രമമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതവിടെ നിൽക്കട്ടെ. ഒരു കേസ്
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ റദ്ദാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ, ഒരു നയം തീരുമാനിക്കുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷന് എഗനസ്റ്റ് ആണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യാതെയോ ചിന്തിക്കാതെയാണോ ഒരു ഗവൺമെന്റ്, ഒരു വ്യക്തിയല്ല, ഒരു ഗവൺമെന്റ്, ഒരു സംസ്ഥാന ഗവൺമെന്റ് നയം രൂപീകരിക്കുന്നത്? പിന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് തീരുമാനിക്കുന്നതെങ്കിൽ നാളെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യപ്പെടുമ്പോഴേക്കും നമ്മുടെ ഭാഗം വീക്കാവുമെന്ന് അറിയാതെയാണോ ഗവൺമെന്റ് ഇത് കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണം. ഇവിടെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി ഗാന്ധി ശിഷ്യന്മാരായതുകൊണ്ട് ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ പോലെ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും ശരി തന്നെ സുപ്രീം കോടതിയുടെ വിധി ഗവൺമെന്റിനെതിരായിരിക്കും. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അന്തിമമായി ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നതിൽ നേരത്തെ തുടക്കത്തിൽ വാദഗതി സുപ്രീം കോടതി 20-ാം തീയതി വാദം തുടങ്ങുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഡിസ്ക്രിഷണറി പവറുണ്ട്. ആർട്ടിക്കിൾ 14 അതെന്തായാലും ആപ്പാടെ എന്തായാലും വാറുടമകൾക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ വാദഗതികളൊക്കെ വന്നിരുന്നു. സർക്കാരിന് എന്തായാലും സർക്കാരിന്റെ മദ്യനയം അത് ശരിയായ രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന ഒരു വിശകലനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വാദം പൂർത്തിയാകുമ്പോൾ ഒട്ടേറെ സംശയങ്ങളിലേക്ക് പോകുന്നു. സർക്കാരിന് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മുഖവിലേക്ക് എടുക്കുമ്പോൾ വിധി ഏത് രീതിയിലായിരിക്കും? സംശയം തോന്നുന്നുണ്ടോ? അല്ല, എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബുവും അതുപോലെ കോൺഗ്രസിന്റെ വക്താവും അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു സുപ്രീം കോടതി സർക്കാർ നിലപാടിന് അനുകൂലമായ വിധി കൊണ്ടുവരും. കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് അജയ് തറയിൽ സ്പോക്സ്മാൻ ഇന്നലെ പറഞ്ഞത് ഈ വിധി ഗവൺമെന്റിനെതിരായ വിധി വരാനാണ് സാധ്യത, അതിന് ജഡ്ജിമാരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, ഈ വിധി ഗവൺമെന്റ് നിലപാട് നിലനിൽക്കാൻ പോണില്ല എന്നിന്നലെ പറയുന്നു. ഇതിനോട് ഇവരുടെ അഭിപ്രായം എന്താണെന്ന് പറയണ്ടേ? സുരേഷ് ബാബുവിന്റെ അഭിപ്രായം എന്ന് പറയാൻ കോൺഗ്രസിന്റെ രണ്ടാൾക്ക് ഒരു സെക്രട്ടറി വന്ന് പറയുകയാണ് സുപ്രീം കോടതി ഗവൺമെന്റ് അനുകൂലമായി വിധിക്കും. വേറൊരാൾ പറയുകയാണ്, സ്പോക്സ്മാൻ അജയ് തറയിൽ പറയാണ്, ഇല്ല, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയാണ് വരാൻ സാധ്യത. അതിന് ബാർകാർ കാശ് പിരിച്ച് ജഡ്ജിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഒരു മുൻകൂർ ജാമ്യം എടുക്കലല്ലേ? ഇവിടെ കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അഭിഭാഷകൻ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിൽ കൊണ്ടുവരുന്ന ജനതാൽപര്യം കണക്കിലെടുത്താണ് കൊണ്ടുവന്നത്. പക്ഷെ ഉപഭോഗം കുറഞ്ഞില്ലെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അതിന് ഉചിതമായ തീരുമാനമെടുക്കാം, റദ്ദാക്കാം എന്നെന്തിന് പറയണം? ഭരണഘടനാപരമായ ബാധ്യതയല്ല പറഞ്ഞേ. ഇവിടെ പറഞ്ഞല്ലോ, സ്വാഭാവികമായും ഒരു സംശയം പോലും ഷബീർ, സ്വാഭാവികമായി ഒരു സംശയം പോലും ഒരു നയത്തിന്റെ കാര്യത്തിൽ ടെലികോം നയമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നയമോ ഒക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആണെങ്കിൽ കൂടിയും അവിടെയെങ്ങും പറയാത്ത അഭിഭാഷകൻ കപിൽ സിബൽ ഇക്കാര്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിനകത്ത് ഞങ്ങൾ പുനർവിചിന്തനത്തെ കുറിച്ച് ആലോചിക്കാമെന്നല്ലാതെ ഈ പുതിയ ബാറുകളുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം പറഞ്ഞതുപോലെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായി പറയാം, പറഞ്ഞിട്ടില്ല. രണ്ട്, ഇതിനകത്ത് ബഹുമാനപ്പെട്ട ആനത്തലവട്ടം പറഞ്ഞല്ലോ, ഇവിടെ ഈ മദ്യത്തിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 30 കോടി ലിറ്ററിൽ 14% ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ഒരു കാര്യം, ഈ നയം നടപ്പാക്കിയതിനു ശേഷം മെറിറ്റിലേക്ക് കടന്നാൽ എവിടെയാണ് കുറവുണ്ടായത്? ഏത് രീതിയിൽ? ആൽക്കഹോളിക് അറ്റ്ലസിന്റെ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം 640 കോടി രൂപ ആനത്തലവട്ടം ആ രീതിയിൽ 640 കോടി രൂപ കഴിഞ്ഞ വർഷത്തെക്കാൾ ഇത്തവണ വിൽപ്പന കൂടുതലാണ്. മറ്റൊന്ന്, സ്കൂളുകൾ, കോളേജുകൾ, ഇവിടെയൊക്കെ മദ്യം കിട്ടുന്നില്ലെങ്കിൽ മയക്കുമരുന്ന് വാങ്ങുന്നു. മറ്റുള്ള മയക്കുമരുന്നും അതുപോലെ തന്നെ ചരസും കഞ്ചാവും എല്ലാം വിൽപ്പന നടക്കുന്നു. ശ്രീ എ കെ ആന്റണി അടക്കം ഉത്കണ്ഠ പ്രകടിപ്പിച്ച കാര്യം എന്താ നിങ്ങൾ മറന്നുപോണത്? ബഹുമാനപ്പെട്ട ആനത്തലവട്ടം, ഞാൻ 30% വീടുകളിൽ ഇപ്പൊ ബാറായി മാറിയിരിക്കുന്നല്ലേ പറയാ. സർക്കാർ നിയമസഭയിൽ പറഞ്ഞ മറുപടി ഞാൻ എന്റെ ഉണ്ട്. എന്നിട്ട് പറയണ്ട, നിങ്ങളെ സുപ്രീം കോടതി മാത്രമല്ല ആൽക്കഹോളിക് അറ്റ്ലസിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം 1,70,00,000 ലിറ്ററിന്റെ കുറവുണ്ടായി. വിദേശ മദ്യത്തിന്റെ കണക്ക് പ്രകാരം ലിറ്ററിന് 21,97,232 ലിറ്റർ കുറവുണ്ടായി. ബിയറിന്റെ ഉപഭോഗം
കേരളത്തിലല്ല. 55,32,254 കുറഞ്ഞു. 31% തോളം ഉപഭോഗം അതിൽ കുറവുണ്ടായി. പക്ഷേ ആ കണക്കുകളെ ആശ്ചര്യത്തോടുകൂടി വി എം സുധീരൻ പോലെ ഈ പറച്ചിൽ നിർത്തിയപ്പോൾ മദ്യനയം വന്നതിന് ശേഷം നിയമസഭയിൽ പറഞ്ഞ പ്രകാരം 31% ഗാർഹിക പീഡനങ്ങളും ബിജു സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു ന്യായം വാദഗതി എവിടെയെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? ഇത്തരത്തിൽ സർക്കാരിന്റെ മദ്യ ഉപഭോഗം സംബന്ധിച്ച് നയത്തിന് ശേഷം ഏതൊക്കെ രീതിയിൽ ഈ നയം ഗുണകരമായി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടപ്പായിട്ടുണ്ട്, അത് മുഖവിലേക്ക് എടുത്താൽ വാദഗതി. പ്രജീഷെ, എനിക്കൊന്ന് പറയാൻ അവസരം തന്നാ മതി. ഇതുവരെ ഞാൻ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ തീർച്ചയായിട്ടും നയത്തിന്റെ കാര്യത്തിലേക്ക് വരാം. കേൾക്കുന്നുണ്ടോ പ്രജീഷ്? കേൾക്കാം. ഈ 14% ഇപ്പോൾ 14% ഇന്ത്യയിലെ മൊത്തം കൺസംഷനിൽ കേരളത്തിൽ എന്ന് പറഞ്ഞു. അത് കപിൽ സിബൽ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. 24% എങ്കിൽ 50% ആയിക്കോട്ടെ, 75% ആയിക്കോട്ടെ കേരളത്തിന്റെ കൺസംഷൻ. പക്ഷെ 75%ന്റെ 90% വിൽക്കുന്നത് ആരാ? FL1 ലൈസൻസ് കേരളത്തിലെ ഔട്ട്ലെറ്റ്സ് അല്ലേ? നിഷേധിക്കാൻ കഴിയോ? അതാണ് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഉപഭോഗം കുറഞ്ഞാൽ മറ്റൊരു വഴിയിൽ അതിന്റെ റിസൾട്ട് വേറെ രീതിയിൽ പോകുന്നില്ലേ? അവിടെ ഔട്ട്ലെറ്റുകളുടെ കാര്യം അത് സ്വാഭാവികമാണ്, കോടതിയിൽ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലേ ഉള്ളൂ. ഓരോ വർഷവും 10% ഔട്ട്ലെറ്റുകൾ. രണ്ടാമത്തെ കാര്യം സമ്പൂർണ്ണ മദ്യനയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം സുപ്രീം കോടതിയിൽ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഇനി മദ്യനയത്തിൽ അന്തിമ വിധി വരുന്ന സാഹചര്യമാണുള്ളത്. മദ്യനയത്തിന്മേൽ ഒട്ടേറെ ചർച്ചകൾ നടന്ന സാഹചര്യമാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉന്നയിച്ചു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഏറ്റവും ഒടുവിലായി ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ച വാദഗതി സംബന്ധിച്ചായിരുന്നു ചർച്ചയിലേക്ക് കടന്നത്. ചർച്ചയിൽ പങ്കെടുത്ത BRM ഷഫീർ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, BJP നേതാവ് VV രാജേഷ്, സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ VK ബിജു, തൊഴിലാളികൾക്ക് വേണ്ടി ഹാജരായ VK ബിജു, ഒപ്പം തന്നെ സുരേഷ് ബാബു, ബക്രുദ്ദീൻ അലി. നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം ന്യൂസ് ആൻഡ് വ്യൂസ്.